മുക്കത്ത് 2.25 കിലോയിലധികം MDMA പിടികൂടിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പ്രധാന പ്രതിയുടെ സഹായി മാങ്ങാപ്പൊയിൽ സ്വദേശിനി ഖദീജയാണ് പിടിയിലായത്. മുക്കത്ത് 2.25 കിലോയിലധികം MDMA പിടികൂടിയ സംഭവത്തിലാണ് ഒരു സ്ത്രീ കൂടി പോലീസിന്റെ പിടിയിലായത്. നീലേശ്വരം മാങ്ങാപ്പൊയിൽ സ്വദേശിനി ഖദീജയെയാണ് താമരശ്ശേരി DYSP വിനോദ് കുമാർ അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 2-ന് മുക്കം മുണ്ടുപാറ പുല്ലമ്പാടിപ്പറമ്പിൽ മുഹമ്മദ് ഹനീഫയെ 517 ഗ്രാം MDMAയുമായി മുക്കം അഗസ്ത്യൻമുടിയിൽ നിന്നും ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിരുന്നു. തുടർന്ന് അന്ന് തന്നെ ഹനീഫയുടെ മുത്താലത്തുള്ള വാടക വീട്ടിൽ നിന്നും 2.306 കിലോഗ്രാം MDMAയും പിടികൂടിയിരുന്നു. വാടക വീട്ടിൽ നിന്ന് ബേപ്പൂർ സ്വദേശിനിയായ റൈഹാനത്തിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മുഹമ്മദ് ഹനീഫ ബംഗളൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നും വൻതോതിൽ MDMA കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തിയതായും കണ്ടെത്തിയിരുന്നു. കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ പോലീസിൻ്റെ ലഹരിവേട്ടയാണ് അന്ന് നടന്നിരുന്നത്. ഹനീഫയുടെ നാട്ടുകാരിയും അടുത്ത സുഹൃത്തുമാണ് പിടിയിലായ ഖദീജ. ഹനീഫയുടെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ ഖദീജയുടെ അക്കൗണ്ട് മുഖേനയാണ് നടത്തിയിരുന്നത്. ഫാഷൻ ഡിസൈനിങ്ങിലാണ് ഇവരുടെ ജോലി. മെയ് 23-ന് ഹനീഫയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഡൽഹിയിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നതിനിടെ വഡോദരയിൽ വെച്ച് ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെടുകയും തുടർന്ന് 10-ാം ദിവസമാണ് ഇയാൾ കർണാടകയിലെ കൽബുർഗിയിൽ നിന്ന് പോലീസിൻ്റെ പിടിയിലാവുന്നതും. കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട സമയത്ത് ഖദീജയായിരുന്നു ഇയാൾക്ക് വേണ്ടി പല തവണകളിലായി 1.5 ലക്ഷത്തോളം രൂപ സാമ്പത്തിക സഹായവും ചെയ്തത്. കോഴിക്കോട് റൂറൽ SP ജോസഫിൻ്റെ മേൽനോട്ടത്തിലാണ് കേസിൻ്റെ അന്വേഷണം നടക്കുന്നത്. പ്രതിയെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മുഖ്യ ഇൻസ്പെക്ടർ നിബിൻ ജോയ്, ASIമാരായ അബ്ദുൾ റഷീദ്, മുംതാസ്, സീനിയർ CPO ബിനോയ് വിശ്വം, CPO ജിഷ എന്നിവരടങ്ങിയ സംഘമാണ് ഖദീജയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, മുക്കം.